ചില റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് തകർന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ? പെട്ടെന്ന് നമ്മൾ പോലും പ്രഡിക്റ്റ് ചെയ്യാണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ അത് ബ്രേക്കപ്പ് ആയി പോകുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾക്കാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമുണ്ട്, ഈ ട്രാൻസ്പെറൻസി എന്ന് പറയും. അപ്പോൾ ഈ ട്രാൻസ്പെറൻസിയുടെ ഒരു കുറവ് കൊണ്ടായിരിക്കണം നമ്മൾ പലപ്പോഴും ഈ ബ്രേക്കപ്പ് ഒക്കെ സംഭവിക്കുന്നത്. എന്താണ് ട്രാൻസ്പെറൻസിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ട്രാൻസ്പെറൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരം ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നുണ്ടെങ്കിലും നല്ലോണം ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഭയങ്കരമായിട്ട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, നമ്മുടെ സങ്കടങ്ങളെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, നമ്മുടെ ഡ്രീംസിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, ഫാമിലീനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, നമ്മളുടെ എന്ത് കാര്യവും ആയിക്കോട്ടെ അത് ഓപ്പണായിട്ട് സംസാരിക്കാനും പരസ്പരം വൾനറബിൾ ആയിട്ട് ഇരിക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഈ ട്രാൻസ്പെറൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇത് പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഏതോ റിലേഷൻഷിപ്പ് എടുത്താലും അതിൽ ഈ ട്രസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ, കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ, നമ്മൾ അതേ ഇമ്പോർട്ടൻസോട് കൂടി അതേ വാല്യൂയോട് കൂടി കാണേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു കാര്യം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മെല്ലെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് നശിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ ഏതോ റിലേഷൻഷിപ്പിലും ഓരോരോ കാര്യത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ട്രാൻസ്പെറൻസിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, എങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ട്രാൻസ്പെറൻസി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ലവ് ലാംഗ്വേജും ആയിരിക്കില്ല മേ ബി എൻ്റെ ഒരു പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെ കാര്യം. ചിലപ്പോൾ രണ്ടുപേരുടെയും സെയിം ആയിരിക്കും, പക്ഷെ പലപ്പോഴും രണ്ടുപേരുടെയും സെയിം ആവാനും ചാൻസ് ഇല്ല. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, പല കാര്യങ്ങൾ, അത് ഏത് കാര്യത്തിലായിക്കോട്ടെ എന്ത് കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെയുള്ള ഒരു പ്രശ്നമുണ്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണിത്. നമ്മുടെ ഒരു നാണക്കേടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചിട്ടോ നമ്മൾ അങ്ങോട്ടും വല്ലാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അത് മേ ബി അയാൾ എന്ത് വിചാരിക്കും എന്നെ കുറിച്ചിട്ട്, ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്ര സില്ലിയാണോ, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടാൽ തോന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത്, ഭയങ്കര മോശമാവോ, എന്നെ കുറിച്ചിട്ട് അങ്ങനെ ഒരു മോശക്കേട് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ടും പറയില്ല. ചിലപ്പോൾ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും, ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ നമ്മൾ പറയാണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരു ഈഗോയിസ്റ്റിക് ആവാണ്ട്, വേറെ ഒന്നിനും പേടിക്കാണ്ട്, നമ്മളെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുക. നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുക. നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓപ്പണായിട്ട് പറയാം. നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് നമ്മൾ ഓപ്പണായിട്ട് പറയാം. അപ്പോഴല്ലേ അയാൾക്ക് നമ്മളെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു ബോധം വരത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് അറിഞ്ഞാലല്ലേ അതിനനുസരിച്ച് അയാൾക്ക് പെരുമാറാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മളിതൊന്നും പറയാണ്ടിരുന്നത് തന്നെയുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. സോ നമ്മൾ ഒരു ഈഗോയിസ്റ്റിക് ആയി നിൽക്കുകയാണ് റിലേഷൻഷിപ്പിൽ. എപ്പോഴും നമ്മളൊരു ഈഗോയിസ്റ്റിക് ആയി നിൽക്കാനേ പാടില്ല. നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓപ്പണായിട്ട് പറയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനുമായിട്ട്. ഇപ്പം നമ്മുടെ പാർട്ട്ണർ നമ്മളടുത്ത് ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഓവറായിട്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്, ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഒരു എംപത്തറ്റിക് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു എംപത്തറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നമ്മൾ കാര്യങ്ങൾ കാണാനായിട്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെയും കാര്യങ്ങളെയും നമ്മൾ നോക്കി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ശരി അതങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മുടെ പാർട്ട്ണറെ പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നോക്കുക. അപ്പോൾ ഒരുവിധം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ ഈ ഒരു ഇമോഷണൽ വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഒരു ഒരു അയാളെ കേൾക്കാനും അതുപോലെ തന്നെ അയാൾ പറയുന്ന കാര്യങ്ങൾ ഒരു മുൻവിധിയില്ലാണ്ട് കേൾക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിന്റെ കാരണമാണ്, നീ മാത്രമാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞ് നിൽക്കാണ്ട് അപ്പോൾ ആ പ്രശ്നം വലുതാവത്തേ ഉള്ളൂ. അങ്ങനെ നിൽക്കാണ്ട് ശരി എൻ്റെ ഭാഗത്തുനിന്നും കൂടെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കണം, മേ ബി നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളും പ്രവർത്തികളും ഒക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നത്. ബാക്കിയുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ലല്ലോ. സോ എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ രണ്ടുപേരും ഒരുമിച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കാനും നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അല്ലാണ്ട് അയാൾ വന്ന് എൻ്റെ അടുത്ത് സോറി പറയട്ടെ, ഇയാൾ വന്ന് എൻ്റെ അടുത്ത് മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എപ്പോൾ ബ്രേക്കപ്പ് ആയി എന്ന് ചോദിച്ചാൽ മതി. അപ്പം അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത്. നമ്മൾ നമ്മുടെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ മാത്രമാണ് ഏതൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുമാതിരി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ ഒരു പാർട്ട്ണറിൻ്റെ മുന്നിൽ പോയി പെരുമാറാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും നമ്മുടെ അൺറിയലിസ്റ്റിക് ഫേസ് കാണിക്കരുത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസ് മാത്രം കാണിച്ചാൽ മതി. നമ്മളെപ്പോഴും ഒരു ഒതൻറ്റിക് ആയിട്ട് വേണം പെരുമാറാനും സംസാരിക്കാനും ചെയ്യാനും ഒക്കെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഈ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് പെരുമാറാനൊന്നും പറ്റില്ലല്ലോ. എപ്പോഴെങ്കിലും നമ്മുടെ ഒരു മുഖംമൂടി അഴിഞ്ഞു വീഴുമല്ലോ അല്ലേ? അപ്പോൾ എപ്പോഴും ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളായിട്ട് നിന്നുകൊണ്ട് മാത്രം പെരുമാറുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴാണ് അയാൾക്ക് നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അല്ലാണ്ട് നമ്മളൊരുമാതിരി അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് അയാളിനി നമ്മളെക്കുറിച്ച് മോശം വിചാരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നും ഒരു കാര്യത്തിനും ഇല്ല. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ നമ്മൾ അഭിനയിച്ച് നിൽക്കാനേ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റില്ല, ലൈഫ് ലോങ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ മറച്ചു വെച്ച് നമ്മളെന്താണെന്നുള്ളത് മറച്ചു വെച്ചിട്ട് അങ്ങനെ നിൽക്കരുത്. റിയലിസ്റ്റിക്കായി ഒതൻറ്റിക്കായി നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കാണിച്ചിട്ട് സ്ക്രിപ്റ്റഡ് അല്ലാണ്ട് വേണം നിങ്ങൾ പെരുമാറാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമോഷണൽ വാല്യൂവും അതുപോലെ തന്നെ ഇമോഷണൽ ബോണ്ടും കാര്യങ്ങളൊക്കെ വരും. ട്രാൻസ്പെറൻസി വേണം നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും മീൻസ് ഈ ഒരു നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും ട്രാൻസ്പെറൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് അയാൾക്ക് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടുപേർക്കുമാണ് കേട്ടോ, ഒരാൾക്ക് മാത്രമല്ല. ഇപ്പോൾ ഞാൻ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, ഞാൻ ട്രാൻസ്പെറൻസിയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം സ്ട്രഗിൾ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അയാൾക്ക് നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, പക്ഷെ നമുക്ക് അയാളെക്കുറിച്ച് ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു പോകും. അപ്പോൾ അങ്ങനത്തെ സ്ട്രഗിൾ എല്ലാം കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയമേ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണോ നമ്മുടെ പാർട്ട്ണർ അടുത്ത് പെരുമാറുന്നത്, എൻ്റെ പാർട്ട്ണറുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. എന്നിട്ട് അത് ഒരുമിച്ച് സോൾവ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങളുടെ ഒരു ബോണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ.